ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ക്രിയേറ്റീവ് എഡിറ്റ് ആണ്. ഈ ക്രിയേറ്റീവ് എഡിറ്റ് നമ്മൾ ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നത്. 3 ഫോട്ടോസ് ഉപയോഗിച്ചാണ് ഈ മുഴുവൻ എഡിറ്റും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫോട്ടോഷോപ്പ് തുറക്കാം. ആദ്യം തന്നെ നമ്മൾ ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ മൊബൈലിൽ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രീസെറ്റാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി പ്രീസെറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഇനി നമ്മളവിടെ നെയിം കൊടുക്കണം. ഞാനിവിടെ അഹാന കൃഷ്ണ എന്നാണ് പേര് കൊടുക്കുന്നത് കേട്ടോ. ഇനി താഴെ വന്ന് നോക്കുകയാണെങ്കിൽ ഹൈറ്റിൽ ഒരു വ്യത്യാസമുണ്ട്. 1350 ആണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ റെസൊല്യൂഷൻ 300 കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് തന്നെയാണ്. എന്നിട്ട് താഴെ വന്നിട്ട് ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇനി അങ്ങനെ ആർട്ട് ബോർഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു ഫോട്ടോ കൊണ്ടുവരികയാണ്. അതിന് വേണ്ടിയിട്ട് ഫയൽ എടുക്കുക, പ്ലേസ് എംബഡഡ് ചൂസ് ചെയ്യുക. ഒരു ഫയലിൽ ആ ഒരു അഹാന കൃഷ്ണയുടെ ഒരു ഫോട്ടോ കിടക്കുന്നുണ്ട്. ആ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക കേട്ടോ. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇത് റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതായിരിക്കും ബാക്ക്ഗ്രൗണ്ട് വരിക. അതുകൊണ്ട് തന്നെ ഫിൽറ്ററിൽ ബ്ലർ ചൂസ് ചെയ്ത് ഗോഷൻ ബ്ലർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്ത ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യാണ്. സെയിം ഓപ്ഷൻ തന്നെയാണ്. ഫയൽ എടുക്കുക, പ്ലേസ് എംബഡഡ് എടുക്കുക, ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ഓപ്പാസിറ്റി നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ഇതൊന്ന് റീസൈസ് ചെയ്ത് വെക്കുന്നുണ്ട്, ഓൾട്ട് പ്രസ് ചെയ്തിട്ട് കേട്ടോ. ഇവിടെ ലെയേഴ്സിൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഓപ്പാസിറ്റി എന്നുള്ളത് കാണുന്നുണ്ടാവും. അത് നമ്മളൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഫോട്ടോ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. റൊട്ടേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രം റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് സെയിം ഓപ്ഷൻ തന്നെ വീണ്ടും ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു ഫോട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളയാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കാൻ പോകുന്നത് ക്വിക്ക് സെലക്ഷൻ ടൂളാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് കൊടുത്ത് സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാർട്ട് നമുക്ക് സെലക്ഷനായിട്ട് കിട്ടും. ഇനി CTRL+V ചെയ്യുക, CTRL+C കൊടുക്കുക. എന്ന് വെച്ചാൽ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ആ ഒരു പൂവിനെ അറ്റത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ആ സെയിം പൂവ് തന്നെ താഴോട്ട് ഞാൻ എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുകയാണ്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CTRL+C എടുക്കുക, പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CTRL+V എടുക്കുക കേട്ടോ. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ സൈസിലോട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 1350 ഹൈറ്റ് എടുത്തത്. സ്റ്റോറിയുടെ സൈസിലോട്ടാണെങ്കിൽ വേറെ സൈസായിട്ട് മാറും. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ.